നോട്ട് പ്രതിസന്ധി തുടരുന്നു. ഇന്നും എടിഎമ്മുകളിൽ വൻ തിരക്ക്. ബാങ്കുകൾ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുകയാണ്. ഷീജ, തിരുവനന്തപുരത്ത് എങ്ങനെ? എടിഎമ്മുകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണോ? തിരക്കുണ്ടോ? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, അനിശ്ചിതത്വത്തിന്റെ ദിനങ്ങൾ ഇന്നിപ്പോൾ 4ാം ദിനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് മിക്ക ബാങ്കുകൾക്കും എടിഎമ്മുകൾക്കും മുന്നിൽ വലിയ ക്യൂ തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമായും നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനായും അതോടൊപ്പം തന്നെ പണം നിക്ഷേപിക്കുന്നതിനായും തന്നെയാണ് പ്രധാനമായും ജനങ്ങൾ ഇത്തരത്തിൽ ബാങ്കുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഇന്നും നാളെയും ബാങ്ക് പ്രവൃത്തി ദിനമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് 4 മണി വരെയാണ് ബാങ്കുകൾ പ്രവർത്തിക്കും എന്നറിയിച്ചിട്ടുള്ളത്. എന്നാൽ ജനങ്ങൾ അതിനുശേഷവും കൂടുതലായി എത്തുകയാണെങ്കിൽ ബാങ്കിന്റെ പ്രവൃത്തി സമയം നീട്ടാനാണ് തീരുമാനമെന്നാണ് ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നത് എടിഎമ്മുകളിലാണ്. എടിഎമ്മുകളിൽ ആവശ്യത്തിനായി പണം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിഷയമായി ഉയർന്നു വരുന്നത്. പ്രധാനമായും എടിഎമ്മുകളിൽ 50 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എത്തുന്ന ജനങ്ങൾക്ക് കൂടുതലായി പണം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വേഗത്തിൽ പണം തീരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് മിക്കവരും എടിഎമ്മിൽ എത്തുന്നവർ പോലും പണം എടുക്കാൻ കഴിയാതെ തിരിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഷീജ, ഇന്നും നാളെയും അവധി ദിവസങ്ങളിൽ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമാണോ? നിലവിലെ സാഹചര്യങ്ങൾ എന്താണ് നമ്മെ സൂചിപ്പിക്കുന്നത്? നിലവിൽ ഈ ദിനങ്ങൾ പര്യാപ്തമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആവശ്യത്തിന് പണം എടുക്കാനായി ഇത്തരത്തിൽ എടിഎമ്മുകളിൽ എത്തുന്നവർക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആവശ്യത്തിനുള്ള പണം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, എടിഎമ്മുകളിൽ നിന്ന് 2000 രൂപയും ബാങ്കുകളിൽ നിന്ന് നേരിട്ടെത്തി ഇടപാട് നടത്തുന്നവർക്ക് മാത്രമേ 2000 രൂപയ്ക്ക് മുകളിലായി പണം എടുക്കാൻ സാധിക്കുകയുള്ളൂ. മിക്ക എടിഎമ്മുകളിലും മറ്റൊരു പ്രതിസന്ധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണത്തിന്റെ ഒരു ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ബാങ്കുകളും നിസ്സഹായരാണ്. കാരണം അവർക്ക് നേരത്തെ ആണെങ്കിൽ 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ നിറയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ നോട്ടുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്ത ഒരു പശ്ചാത്തലത്തിലും 50 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണ് പ്രധാനമായും അവർ എടിഎമ്മുകളിൽ നിറയ്ക്കുന്നത്. ഇത് വേഗത്തിൽ പണം തീർന്നു പോകുന്നതിന് ഇടയാക്കുന്നുണ്ട്. SBT, SBI ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ എടിഎമ്മുകളിൽ ഉൾപ്പെടെ പണം കൂടുതലായി നിറയ്ക്കുന്നുണ്ട്. എന്നാൽ മറ്റു ബാങ്കുകൾക്ക് ആ രീതിയിൽ പണം കൂടുതലായി നിറയ്ക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. SBT, SBI എടിഎമ്മുകളിലും ബാങ്കുകളിലും എത്തുന്നവർക്ക് കൂടുതൽ സഹായങ്ങൾ ഇവിടെ അവരുടെ ബാങ്ക് അധികൃതരുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നുണ്ട്. മറ്റുള്ളിടങ്ങളിലാണ് പ്രധാനമായും ഇന്ന് 4ാം ദിനമാണ്. ഇന്നും പരിഹാരമായിട്ടില്ല നോട്ട് പ്രതിസന്ധിക്ക്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആകമാനം സംഭവിക്കുന്നതിൻ്റെ വലിയ ആഘാതത്തിലുള്ള അളവുകളാകും ഒരുപക്ഷെ കേരളത്തിൽ സംഭവിക്കുക. അവിടെ ക്യൂ നിൽക്കുന്നവരടക്കമുള്ളവരോട് ചോദിക്കാം അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ. തീർച്ചയായും അജിംഷാദ്, ഈ പ്രതിസന്ധി ഇന്നോടുകൂടി പരിഹരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ബാങ്കിന് പുറത്ത് കാണുന്നത് പോലെ തന്നെ ബാങ്കിനകത്തും വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവർ ഇത്തരത്തിൽ എത്തുന്നവർക്ക് സ്ലിപ്പുകൾ ലഭിക്കുന്ന സ്ലിപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ചില തോതിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ മറ്റു തരത്തിലുള്ള എന്നാലും ഫോമുകൾ ഫില്ല് ചെയ്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഇത്തരത്തിൽ ക്യൂ നിന്ന് മാത്രമേ അവർക്ക് ഇത് നേടുവാൻ, ബാങ്കിൽ കയറി ഇടപാട് നടത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ഇവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം, ഇവർ തുടർച്ചയായി ഇത്തരത്തിൽ ബാങ്കുകളിൽ എത്തുന്നതാണോ എന്നുള്ള കാര്യം സംബന്ധിച്ച്. ഇതിപ്പോൾ ആദ്യ ദിവസമാണോ ബാങ്കിൽ എത്തുന്നത്? അതെ. എന്താണ്, പണം നിക്ഷേപിക്കാനാണോ? നിക്ഷേപിക്കാനാണ്. ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് വന്നെയാണ്? ഞാൻ വന്നിട്ടൊരു 20 മിനിറ്റായി. ഇവിടെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ചേട്ടന് എന്താണ്, ബാങ്കിൽ പണം ഇടാൻ വേണ്ടി വന്നതാണോ? പിന്നെ പഴയ പൈസ ഉണ്ട്, അത് ഇടണം. എന്നിട്ടൊരു ഗോൾഡ് ലോൺ ഉണ്ട്, അതിന് അടയ്ക്കുകയും ചെയ്യണം. അപ്പം അത് അങ്ങ് അടയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് എനിക്ക്. ഇന്നിപ്പോൾ ആദ്യ ദിനം വരുന്നതാണോ? അല്ല, ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ടല്ലേ. ശനി ഞായറൊന്നും പറഞ്ഞത് കൊണ്ട് ഇന്ന് അങ്ങോട്ട് വരുന്നു. AGS ഓഫീസിൽ ജോലി ആയതുകൊണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വന്നു.
രാവിലെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ട് ഇല്ല ഇല്ല, രാവിലെ വന്നതേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇനി ഇവിടെ കഴിയുമ്പോഴുള്ള കാര്യം നമുക്കറിയത്തില്ല. കഴിയുന്നുള്ള കാര്യത്തിലാണ് ഒരു ഉറപ്പില്ലാത്തത്. തോട്ട് കയറുമ്പോഴുള്ള കാര്യമാണ് പ്രയാസം. ഇവിടം വരെ വലിയ കുഴപ്പമില്ല. ഈ രീതിയിലാണ് അജിംഷാദ്, പ്രത്യേകിച്ചും ഇത്രയും വലിയ ഒരു ക്യൂ കടന്നു വേണം. ഒരു കാര്യം കൂടി നമ്മളോട് ഇവർക്ക് പങ്കുവയ്ക്കാൻ, ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പൊ അധികൃതർ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നില്ല 3 മണിയാകുമ്പോൾ ഏജ് സാംസങ് ATM കാർഡുണ്ട്, ATM ഉണ്ട്, അതിനകത്ത് തുറന്നിട്ടില്ല. എന്നിട്ട് അവസാനം പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBI എന്നൊക്കെ SBT പോയി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ SBIയുടെ ATM കാർഡ് തുറക്കുന്നില്ല. അത് തന്നെ. തീർച്ചയായും ATMകൾ പ്രവർത്തിക്കാത്തത് മറ്റൊരു തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇത്രയും വലിയ ഒരു ക്യൂ കടന്ന് ഇവർ ബാങ്കിനകത്തേക്ക് കടക്കുന്നു. ബാങ്കിനകത്ത് കയറിയാൽ പോലും ടോക്കൺ സമ്പ്രദായമാണ്. അതുകൊണ്ട് ടോക്കൺ എടുത്തതിന് ശേഷം പിന്നെ എപ്പോഴാകും അവർക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുക എന്നുള്ളതിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത്. ഏതായാലും ഇന്നോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഏതായാലും പറയാൻ സാധിക്കുകയില്ല. എന്നാലും ഓരോരുത്തരും കഴിഞ്ഞ ദിവസം എത്തി മടങ്ങിയവരാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ രീതിയിൽ ഓരോ ദിവസമായി വരുന്നവർ ഇന്നിപ്പോൾ ബാങ്ക് ഇടപാട് നടത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ അടുത്ത ദിവസത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഏതായാലും ഇന്നും നാളെയും ബാങ്ക് പ്രവൃത്തി ദിനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിലൂടെ അവരുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും. അജിംഷാദ്. ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ മാത്രം നൽകിയത്. ആബാലവൃദ്ധം ജനങ്ങളും ഇപ്പോഴും ക്യൂവിലാണ്. ബാങ്കുകൾക്ക് മുന്നിൽ ശനിയും ഞായറും ഇന്നും നാളെയുമായി തുറന്ന് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, അവധി ദിവസങ്ങൾ കൂടിയായ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ് കേരളത്തിലാകമാനം കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഷീജ പങ്കുവച്ചത്. നോട്ടുകൾ കൈവശമുള്ളത് മാറ്റി വാങ്ങുന്നതടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ചില്ലറകൾ ഇല്ലാതെ വിപണികൾ മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം 4ാം ദിനവും നീളുകയാണ്. ജനം സ്വാഭാവികമായും വലയുകയാണ്. ATMകൾ പലതും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്നതാകട്ടെ പെട്ടെന്ന് തന്നെ പൈസ തീരുന്നത് കൊണ്ട്, പണം തീരുന്നത് കൊണ്ട് പിന്നീടുള്ളവർക്കത് ഉപയോഗിക്കാനാകാത്തതുമായ പ്രതിസന്ധികൾ പലതും. പല ATM കൗണ്ടറുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മധ്യ കേരളത്തിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, വ്യാവസായിക തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം, അവിടെ എങ്ങനെയാണ്? ഒരുപക്ഷെ വലിയ ക്യൂ ആണോ ബാങ്കുകൾക്ക് മുന്നിൽ കാണുന്നത്? ATMകളൊക്കെ സുതാര്യമായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി നഗരത്തിലെ ATMകളൊന്നും ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നലെ ഉച്ചയോടെ തന്നെ പല ATMകളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ഇന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തന്നെ ശനിയും ഞായറും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നഗരത്തിലെ ഒരു ബാങ്കിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെയും ഇന്ന് ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ആളുകളെല്ലാം ക്യൂ നിൽക്കുകയാണ്. പലരും നിക്ഷേപിക്കാൻ വേണ്ടിയും അതുപോലെ പണം പിൻവലിക്കാൻ വേണ്ടിയുമെല്ലാമാണ് വന്നിട്ടുള്ളത്. നോട്ട് മാറാൻ വേണ്ടി വന്നവരും ഉണ്ട്. അതേസമയം മറ്റു ചില പരാതി വരുന്നത് പല ബാങ്കുകളിലും നോട്ട് മാറാൻ ചെല്ലുമ്പോൾ തീർന്ന അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു. അതാണ് ഉമേഷ്, കുട്ടി കൈക്കുഞ്ഞുങ്ങളുമായി പോലും ഇരിക്കുന്നുണ്ട്, വൃദ്ധർ ഇരിക്കുന്നുണ്ട്, സുഖമില്ലാത്തവരുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. ഇന്നും നാളെയും കൊണ്ടെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിടത്ത് 4 ദിവസം കഴിഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്ത വലിയ പ്രതിസന്ധി. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും ചെയ്യാതെ അധികൃതർ നടത്തിയ നടപടിക്രമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴാണ് ജനങ്ങൾ ഇത്തരത്തിൽ വലയുന്നത്. കൈക്കുഞ്ഞുമായി ഇരിക്കുന്നവരെ കാണാം ദൃശ്യങ്ങളിൽ. അവരോടടക്കം ചോദിക്കൂ ഉമേഷ്. തീർച്ചയായും ഒരു പ്രതികരണങ്ങൾ പലതും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നമുക്കൊരു പ്രതികരണം നമുക്ക് ഇപ്പോൾ ആരായാം. ചേട്ടനെ എപ്പോൾ വന്നതാണ്? ഞാൻ രാവിലെ ബാങ്കിൽ വന്നാണ്, ക്യൂ നിന്ന് പൈസ കിട്ടി. പക്ഷേ നമ്മൾ പൈസ 10,000 രൂപയ്ക്ക് വേണ്ടി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ചേഞ്ച് ഇല്ല. 2000 നോട്ട് 2000 നോട്ടോട് സാധാരണക്കാരൻ എവിടെ പോയി മേടിക്കും? പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ കൊടുത്തതിന് മുഴുവൻ പെട്രോൾ അടിക്കണം. 10 പൈസ ആയിട്ട് തിരിച്ചു തരാൻ അവരില്ല. ബാങ്കിൽ ചോദിച്ചാൽ ബാങ്കിൽ ചേഞ്ച് ഇല്ല. നമ്മൾ 6.5 പോയി കാശ് മേടിക്കണം. ഇത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു പരിപാടി. സാധാരണക്കാരനെ കൊല്ലാം, പണക്കാരന് ഇതിനോട് ഒന്നും ചെയ്യാൻ നിർത്തില്ല. കാരണം പണക്കാരൻ കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവർ. സാധാരണക്കാർ കഞ്ഞി കുടിക്കാൻ കാശില്ല. ഒരു ദിവസം ആഴ്ച പണിയെടുത്ത് കഴിഞ്ഞാൽ പണിക്കാരന് കൊടുക്കാൻ 1000 രൂപ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കണം. അതുകൊണ്ട് വളരെ വളരെ എന്താ പറയുക, വളരെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ചൈത്യമാണ് ചെയ്ത് വെച്ചേക്കണത്. നോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് 1000 കിട്ടി 2000 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ചേഞ്ച് വേണം.
കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ചേഞ്ച് കൊടുത്ത് കടക്കാരൻ തരുന്നില്ല. ഒരു കടയിലും ചേഞ്ച് ഇല്ല. ഇത് വേറെ പറയല്ല. ഇന്നലെ ഉച്ചക്കൊക്കെ പൂട്ടിയ കടയുണ്ട് സാധനം മേടിക്കാൻ ഇരുന്നപ്പോൾ കടക്കാരൻ്റെ ചേഞ്ച് ഇല്ല. ഞാനിപ്പോൾ IDFC ബാങ്കിൽ കയറി, അവിടെ ചേഞ്ച് ഇല്ല. ഞാൻ HDFC കയറി, അവിടെ ചേഞ്ച് ഇല്ല. എങ്കിലും ചേഞ്ച് ഇല്ല. 2000 നോട്ടേ കിട്ടുള്ളൂ. ATM ഇല്ല. ATM ഒക്കെ ബ്ലോക്ക്. ഒറ്റ വഴി. ഈ ATM ഇല്ല, IDFC ഇല്ല, HDFC ഇല്ല, ഒരു ബാങ്കിൻ്റെ ATM ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമ്മളൊന്നും ചെയ്യാൻ നിർത്തിയില്ല. നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല. 2000 നോട്ട് കൊണ്ട് കാറ്റ് കൊള്ളാം, വീശിക്കൊണ്ട് നടക്കാന്നുള്ളതാണ്. വേറെ പരിപാടിയില്ല ഇപ്പോൾ. തീർച്ചയായും അജിംഷാദ്, അതാണ് ഉമേഷ്, വളരെ കാതലായ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 2000-ഉം 1000-ഉം പിൻവലിച്ച് പകരം 1000-ഉം 500-ഉം പിൻവലിച്ച് 2000 പകരമായി നൽകുന്നു. 15% മാത്രം രാജ്യത്തിൻ്റെ ക്രയവിക്രയങ്ങളിലുള്ള 100-ന്റെ നോട്ടുകൾ തീർച്ചയായും അതിന് പര്യാപ്തമാകത്തുമില്ല. ആ വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ വരച്ചു കാട്ടിയത്. ഉമേഷ്, തീർച്ചയായും അത് തന്നെയാണ്. ഇത് ഒരു പ്രതിനിധി നമ്മളോട് സംസാരിച്ചു എന്നുള്ളത് തന്നെയുള്ളൂ. ഭൂരിഭാഗം പേർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. പലരും പല ബാങ്കുകളിലും നോട്ടുകൾ ചേഞ്ചിന് വേണ്ടി കയറി ഇറങ്ങുന്നു. എന്നാൽ ഒരിടത്തും ഇത്തരത്തിൽ ചേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചി, എറണാകുളം ജില്ലയിൽ മൊത്തം 1250 ATMകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നേരിട്ട് ചെന്ന് പണം പിൻവലിക്കേണ്ട ഒരു അവസ്ഥയും ഇടപാടുകാർക്കുണ്ട്. എന്നാൽ പലരും ജോലിക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ പണം പിൻവലിക്കാനുള്ള സൗകര്യവും അവർക്ക് ലഭിക്കുന്നില്ല. പലരും നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കൈക്കുഞ്ഞിനെ അടക്കം കൊണ്ടുവന്നാണ് ബാങ്കിൽ ഇടപാടിനായി എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നത്. ഇപ്പോഴും ആ സ്ഥിതിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അജിംഷാദ്, കൊല്ലത്തും ആലപ്പുഴയിലുമായി 3 മരണങ്ങളായിരുന്നു ഇന്നലെ ഈ നോട്ട് മാറുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിരവധി സംഘർഷങ്ങളും ഉണ്ടായി. ഒരു പക്ഷേ ഈ ക്യൂ, ഇപ്പോൾ കാണുന്ന ക്യൂവിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ATMകൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥ ഇനിയും നീളുകയാണെങ്കിൽ ഒരു പക്ഷേ സ്ഥിതിഗതികൾ ആ വിധത്തിലും ഗുരുതരമാകില്ലേ ഉമേഷ്? എന്തൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായും പ്രതിസന്ധി ഗുരുതരമാവും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ പെട്രോൾ ബങ്കുകളിലായാലും എവിടെ ചെന്നാലും ഒരിടത്തും ആളുകൾക്ക് ചേഞ്ച് കിട്ടാനാകാത്ത അവസ്ഥ. ബാങ്കുകൾ രാത്രി 10 മണി വരെയെല്ലാമാണ് ഇന്നലെ പ്രവർത്തിച്ചത്. എന്നിട്ടും പരിഹാരം ആകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും ഇടപാടുകാർ ബാങ്ക് കയറി ഇറങ്ങുകയാണ്. പലരും ജോലിക്കാരാണ്. ജോലിക്ക് പോകാൻ കഴിയാതെ ബാങ്കിലേക്ക് വരേണ്ട ഒരു അവസ്ഥ. ഭക്ഷണം കഴിക്കാൻ പോലും, അത്തരത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണം കിട്ടാത്ത ഒരു അവസ്ഥ തന്നെയാണ് പലർക്കും ഉള്ളത്. പലരും ക്യൂ നിന്ന് തളരുന്ന ഒരു അവസ്ഥ. കുടുംബസമേതം പലരും ബാങ്കിലേക്ക് വരുന്ന അവസ്ഥ. ഉമേഷാണ് കൊച്ചിയിലെ അടക്കമുള്ള മധ്യ കേരളത്തിൻ്റെ വിവരങ്ങൾ വരച്ചു കാട്ടിയത്. കൊച്ചിയിൽ ഉമേഷ് നിൽക്കുന്ന പ്രദേശത്തെ ദൃശ്യങ്ങൾ തന്നെ അതിന് സൂചകങ്ങളാണ്. ഒരുപക്ഷെ കൈക്കുഞ്ഞുമായി അമ്മമാരിയ്ക്കുന്നു. വൃദ്ധരായ ജനങ്ങൾ ഫോം പൂരിപ്പിക്കുന്നതിൽ അടക്കം അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അതിനുശേഷം ക്യൂ നിന്ന് വളരെ പാടുപെട്ടിട്ടാണ് അവർ തങ്ങളുടെ നോട്ടുകൾ നിക്ഷേപിക്കുന്നത്. പകരം കിട്ടുന്ന നോട്ടുകളാകട്ടെ 2000-ൻ്റെ നോട്ടുകളാണ്. ചില്ലറ ഇല്ലാത്തത് മൂലം വിപണിയാകെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ 2000 രൂപയുടെ നോട്ട് കിട്ടാത്തതിനേക്കാൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഈ വിധത്തിൽ ഒരു നടപടിക്രമങ്ങൾ പാലിക്കാത്തതിൻ്റെ അധികൃത ഭാഗത്തുനിന്നുള്ള വലിയ വീഴ്ചയുടെ ആഘാതം സാധാരണക്കാർ തെരുവിൽ വല്ലാതെ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ 4-ാം ദിവസവും നീളുന്നു എന്ന ഭീകരമായ സത്യമാണ് ഒരുപക്ഷേ പുറത്തുനിന്ന്, ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും അതെങ്കിൽ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. കേരളമാകമാനം ഇത്തരത്തിൽ പ്രതിസന്ധി. ചെറുകിട വ്യാപാരികളുടെ കച്ചവടത്തെ മുഴുവൻ സാരമായി ബാധിക്കുന്ന വിധത്തിൽ ചില്ലറ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് 100 രൂപ നോട്ടുകൾ ക്ഷാമം ആയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് ചെറുകിട മേഖല അനുഭവിക്കുന്നത്. വിപണികളാകെ താഴേക്കാണ്, ജനങ്ങളാകെ വലയുകയാണ്. ബാങ്കുകൾക്കും ATM കൗണ്ടറുകൾക്കും മുന്നിലുള്ള നീണ്ട ക്യൂ ഇപ്പോഴും 4-ാം ദിവസവും, നോട്ട് പിൻവലിച്ചതിന് ശേഷമുള്ള 4-ാം ദിവസവും തുടരുകയാണ്. പല ATMകളും പ്രവർത്തിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചത് പണം പെട്ടെന്ന് തീരുന്നതിനാൽ അടച്ചിടേണ്ടി വരുന്നു. അത് പെട്ടെന്ന് തന്നെ അടുത്തത് പണം നിറയ്ക്കാൻ ബാങ്ക് അധികൃതർക്ക് കഴിയുന്നില്ല എന്ന കാഴ്ചയാണ് ഇപ്പോൾ വസ്തുതകളായി പുറത്തു വരുന്നത്. എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള
പരിഹരിക്കപ്പെടും എന്നുള്ള അധികൃതരുടെ വാക്കുകൾ 4-ാം ദിവസവും പാലിക്കപ്പെടുന്നില്ല എന്ന കാഴ്ച നഗ്നമായി തന്നെ നേരിട്ട് നമുക്ക് കാണാനാകുന്നു. ഇതാണ് തിരുവനന്തപുരം കൊച്ചി മേഖലകളിൽ പെടാപ്പാടുപെടുകയാണ് നാട്ടുകാർ. നോട്ടില്ലാത്തതിനാൽ നാടാകെ വലയുന്ന അവസ്ഥ. 4-ാം ദിവസമായിട്ടും ഇതുവരെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. വലിയ ഭീകരമായ പ്രതിസന്ധി വിപണിയിലടക്കം ജനങ്ങളുടെ ക്രയവിക്രയങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതിലൂടെ നോട്ടുകൾ 100-ൻ്റെ നോട്ടുകൾ ചില്ലറകളായി കൂടുതലായി ലഭിക്കുന്നില്ല എന്നത് ഒന്ന്. 2, ലഭിക്കുന്ന നോട്ടുകളാകട്ടെ 2000 രൂപയുടെ നോട്ടുകളാണ് ലഭിക്കുന്നത്. ഇനി അത് ലഭിക്കാൻ പോലും നിൽക്കേണ്ടി വരുന്ന ക്യൂ, ATMകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലാണ് തിരുവനന്തപുരവും കൊച്ചിയും കണ്ടതെങ്കിൽ കോഴിക്കോടുള്ള കാഴ്ചകൾ എങ്ങനെയെന്ന് നോക്കാം. മേഘ മാധവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ, എന്താണ് കോഴിക്കോട് എന്നുള്ള അവസ്ഥ? അജിംഷാദ്, 4-ാം ദിവസവും ജനജീവിതം ദുരിതത്തിൽ തന്നെ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഒരു പ്രമുഖ ബാങ്കിന്റെ മുൻപിലാണ്. ഇവിടെ വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ ആളുകൾ ക്യൂവിൽ നിന്ന് പണം ഇടപാടിനായി കാത്തു നിൽക്കുന്നു. പക്ഷേ ഒരു തരത്തിലും ബാങ്കിന്റെ സ്ഥിതി എന്നത് ഒരു കൗണ്ടർ മാത്രമാണ് ബാങ്കിൽ ഉള്ളത്. അവിടെ നിന്ന് ഒരു ആളിന് നൽകുന്നതാകട്ടെ 4000 രൂപ മാത്രമാണ്. അതായത് 2000-ന്റെ 2 നോട്ടുകളാണ് ഒരാൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചില്ലറ ചോദിക്കുമ്പോൾ ചില്ലറയില്ല, ഇത്ര നോട്ട് മാത്രമേ നൽകാൻ പറ്റൂ എന്നാണ് ബാങ്ക് നൽകുന്ന മറുപടി. അതുമായി പുറത്തിറങ്ങുന്ന ഓരോ ആളും താനിത് എന്ത് ചെയ്യും, കാരണം കടയിൽ പോയാലും എന്ത് സാധനങ്ങൾ വാങ്ങാൻ പോയാലും ചില്ലറ ലഭിക്കില്ല, ആ ഒരവസ്ഥയാണ്. അതിൽ നിന്നും മാറി ATMൽ നിന്നാണ് 100-ഉം 50-ഉം നോട്ടുകൾ ആളുകൾക്ക് ലഭിക്കുക. പക്ഷേ ഇവിടുത്തെ ATMന്റെ സ്ഥിതി എന്നത് ഷട്ടറിട്ട നിലയിലാണ് പല ATMകളും ഉള്ളത്. ആളുകളൊക്കെ രോഷാകുലരായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം പൊരുവെയിലത്ത് രാവിലെ മുതൽ തന്നെ ക്യൂവിൽ വന്ന് നിൽക്കുന്നു. പക്ഷേ ബാങ്കിലേക്ക് കടത്തിവിടുന്നത് വളരെ ചുരുക്കം ആളെ മാത്രം. തൊട്ടടുത്തുള്ള ATM ആകട്ടെ ഷട്ടറിട്ട നിലയിലുമാണ്. ATM എപ്പോൾ തുറക്കും എന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ ചില ആളുകൾ ATMന് മുൻപിൽ വന്ന് കാത്തിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. കാരണം എന്താ അറിയോ, ഇവരിപ്പോൾ ഈ 2000 രൂപ തന്നിട്ട് നമ്മളൊരു 200 രൂപയ്ക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി 1800 രൂപ ഇവർ തരുന്നത് ഇതേപോലത്തെ നോട്ട് തന്നെ. നമ്മൾ ഇതേപോലെ 1.5 മണിക്കൂർ കുന്തം പോലെ വരിക്കണം. ഇത് ഭയങ്കര ദയനീയ അവസ്ഥ സ്ഥിതി. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത്രയും പൈസ ഇല്ലാതെ പൈസ ഞാൻ എങ്ങനെ ചെയ്യാൻ? ഇപ്പോൾ 4 ദിവസം ഹോട്ടലിൽ കടമറിയുന്നു ഭക്ഷണം കഴിച്ചിട്ട്. ഇതപ്പം മാറിയത് 8000 രൂപ ഇപ്പോൾ മാറിയിരിക്കുന്നത് കണ്ടോ. ബാങ്കുകാരോട് ചില്ലറ ചോദിക്കുമ്പോൾ അവർ പറയുമ്പോൾ അവരെ പ്രതികരണം ചില്ലറ ഇവിടെ വന്നിട്ടില്ല എന്നാണ്. നമ്മളെന്താ ചെയ്യാ? നിങ്ങൾ ATMൽ പോയിട്ട് ATM കൗണ്ടർ അതാ പൂട്ടിക്കെടുക്കുന്നു. ഒരു രക്ഷയില്ല. ഓരോ ദിവസത്തെ ഭക്ഷണം, ജീവിതക്രമം തന്നെ താളം തെറ്റുന്നു. ആകെ താളം തെറ്റി കിടക്കാണ്. ഭക്ഷണമൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് കടം വാങ്ങാന്ന് നമ്മൾ സ്ഥിരം കാണുന്ന പീടികയിൽ വെച്ച് ഒരു കടന്നു തരാണ്. ബാക്കി എന്നാലും തിരിച്ച് അവർക്ക് കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കടന്നു തരുന്നത്. തീർച്ചയായും അജിംഷാദ്, ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് എന്ന് തോന്നുന്നു. കാരണം ഒരു ദിവസത്തെ ഭക്ഷണം പോലും ഹോട്ടലുകളിൽ പോലും കടം പറഞ്ഞ് വരുന്ന അവസ്ഥ. പക്ഷെ പലരും ഭക്ഷണം പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടെയുണ്ട്. ATMനെ പോലും ആശ്രയിക്കാം എന്നായിരുന്നു, 2 ദിവസം കഴിഞ്ഞാൽ ATMനെ ആശ്രയിക്കാം എന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ATMൽ ഒന്നും തന്നെ പണം ഇതുവരെയും എത്തിയിട്ടില്ല. കോഴിക്കോടിന്റെ അവസ്ഥ എന്നത് കോഴിക്കോട് നഗരത്തിൽ വളരെ ചുരുങ്ങിയ ATMൽ മാത്രമാണ്. അതും 10 മണിക്ക് ശേഷമാണ് പൈസ വന്നത്. പക്ഷെ അവിടെ ആളുകൾ കൂട്ടമായി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ പണം തീരുന്ന ഒരു സ്ഥിതിയും കൂടിയാണുള്ളത്. ചില ATMകൾ ഷട്ടറിട്ട് പൂട്ടിയ നിലയിലുമാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആളുകൾ നിൽക്കുന്ന അവസ്ഥ. ആരോട് ചോദിക്കണം, എന്താണ് ഇതിനൊരു പോം വഴി, എത്ര നേരം ബാങ്കിന് മുൻപിൽ ക്യൂ നിൽക്കണം, ഷട്ടറിട്ട ATMന് മുൻപിൽ എത്ര നേരം ഇരുന്നാൽ പൈസ ലഭിക്കും, ഇതൊന്നും അറിയാതെ ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോഴിക്കോട്ട് കാണാൻ സാധിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും മേഘ, വളരെ ഗുരുതരമായ സാഹചര്യം. കൂടുതൽ ജനങ്ങളിലേക്ക് പോകാം. അവർ അനുഭവിക്കുന്ന വിഷമങ്ങളുടെ കാര്യങ്ങൾ അറിയാനായി ഒരുപക്ഷെ അധികൃതർ ഓരോ ഘട്ടത്തിലും പറയുന്ന വാക്കുകളൊക്കെ പാഴ്വാക്കാകുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. 1 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും, 2 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും. ഇപ്പോൾ 4-ാം ദിനമായി. 4-ാം ദിനത്തിലും പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യ ദിനത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സൗകര്യങ്ങൾ പോലും 4-ാം ദിനത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വിപണി സ്വാഭാവികമായും അടഞ്ഞു കഴിഞ്ഞു. ചെറുകിട വിപണികളാകെ അടഞ്ഞു കഴിഞ്ഞു. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും വലിയ രീതിയിൽ ഈ പ്രതിസന്ധി ആഘാതമേൽപ്പിക്കുകയാണ്. മേഘ,
തീർച്ചയായും അജിംഷാദ്, കച്ചവട കേന്ദ്രങ്ങൾ, വലിയങ്ങാടി പോലുള്ള കച്ചവട ചെറുകിട വ്യാപാര കേന്ദ്രങ്ങൾ അപ്പാടെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ശൂന്യത എന്ന് വേണം പറയാൻ. ആളുകൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ അവിടെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. കാരണം ബാങ്കിന് മുൻപിൽ ക്യൂ നിന്നാൽ ബാക്കിയുള്ള പണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്കിൽ മറ്റു കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന പ്രശ്നം എല്ലാം ഉണ്ട്. ആളുകളുടെ ഒരു ജീവിതത്തിന്റെ താളത്തെ തന്നെ, ക്രമീകരണത്തെ തന്നെ ആകെ അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആളുകളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കിന് മുൻപിലാണ്. അപ്പോൾ ആളുകളൊക്കെ തന്നെ ബാങ്കിന് മുൻപിൽ കാവൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എപ്പോൾ പോകാനാകും, അത്തരത്തിൽ പുറത്ത് ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അജിംഷാദ്, രാവിലെ 6 മണി മുതൽ വന്ന ആളുകളാണ്. ചിലപ്പോൾ ക്യൂ മാറിയ ആളുകൾ വരുമ്പോൾ ആളുകൾ തമ്മിൽ ചെറിയ വാക്കേറ്റത്തിനൊക്കെ സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഗുരുതരമായ ഒരു അവസ്ഥ എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഏകദേശം ഇനി ഉച്ചയ്ക്ക് ശേഷമെങ്കിലും തൊട്ടടുത്ത് ATM ഉണ്ട്. പക്ഷേ അത് ഷട്ടർ ഇട്ട ഒരവസ്ഥ. ATM തുറക്കാൻ സാധിക്കും എന്ന ഒരു, ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ATM തുറക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകുമ്പോൾ, ചേട്ടാ, എത്ര നേരമായി ഇവിടെ ഞാനിപ്പോൾ 6 മണിക്കൂറായുള്ളൂ. നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കയ്യിൽ കാശില്ല, ലോൺ പാസ്സായ വ്യക്തിയാണ്. അതിന് സംഭവം നോക്കിയാൽ മതി. ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? കാരണം എല്ലാത്തിനും പൈസയാണ് ഏറ്റവും കൂടുതൽ പൈസ ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ ദുരിതം എങ്ങനെയാണ്? നമ്മൾ നെത്തിച്ചെലവിനുള്ള പൈസ ആൾക്കാർ ഡെപ്പോസിറ്റ് നമുക്കില്ല. ഈ ബാങ്കിൽ നിന്ന് തരുന്ന ഒരു മറുപടി 2000-ന്റെ നോട്ട് മാത്രമേ ബാങ്കിൽ നിന്ന് തരൂ. അതുകൊണ്ട് പുറത്തേക്ക് പോയാൽ അത് എന്ത് ചെയ്യും? മീൻ വാങ്ങാൻ ചെയ്യില്ല. മീൻ വാങ്ങാൻ വേണം 500 രൂപ വേണം. ഇന്നിപ്പോൾ മീൻ വാങ്ങണം 500 രൂപ വേണ്ടേ? വീട്ടിൽ കൂലിക്കാരനെ വെച്ചാൽ 800 രൂപ കൊല്ലിയാ. അപ്പം ബാക്കി എന്താ ഉണ്ടാകുക? 1 കിലോ ആയിരിക്കും 35 രൂപ വേണ്ടേ? ഇനി എന്താ ഉണ്ടാകുക? അജിംഷാദ്, തീർച്ചയായും ദുരിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൊരുവെയിലത്ത് ബാങ്കിന് മുൻപിൽ ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് റോഡിലേക്ക് വരെ നീളുന്ന ഒരു ക്യൂ ആണ്. ആളുകൾ 1 മണിക്കൂറായി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മുമ്പോട്ട് ജീവിക്കണം. ഇന്ന് ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? മുമ്പോട്ട് ജീവിതം ഇങ്ങനെ കഷ്ടകാലം വിചാരിക്കുന്നു. എത്ര സമയം മുതൽ ഇവിടെ ക്യൂ? ഇപ്പോൾ 1 മണിക്കൂറിൽ മീതായി. ATM ഏതെങ്കിലും ATM, കോഴിക്കോട് നഗരത്തിലെ ATM ഒന്നും വർക്ക് ചെയ്യണില്ല. അവർ ക്ലോസ് ആയിട്ടുണ്ട്. ATM ക്ലോസ് ആണ്. പൈസ കിട്ടിയാൽ മാത്രമേ ബാങ്കിൽ നിന്ന് പോകൂ. അതുപോലെ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. 2000 രൂപ കിട്ടിയിട്ട് കാര്യമില്ല. അത് മറ്റുള്ള ബാങ്കിലെ മറ്റുള്ള സ്ഥലത്ത് സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2000 കൊടുത്താൽ അവർ തിരിച്ചിട്ട് 500 രൂപ തിരിച്ചു തരാം. ഈ 500 രൂപ തിരിച്ചു തരുമ്പോൾ നമ്മൾ വേറെ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 500 രൂപ അവരെടുക്കൂല. അപ്പോൾ ഈ 2000 രൂപനെ കൊണ്ടൊരു പ്രയോജനമില്ല. നമുക്ക് ജസ്റ്റ് കിട്ടാൻ 100 രൂപേൻ്റെ നോട്ടാണ് കിട്ടണ്ടേ. ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ്. 2000 രൂപനെ കൂടെ ബുദ്ധിമുട്ടാണ്. അത് ഇതാക്കാനും പറ്റത്തില്ല. അജിംഷാദ്, തീർച്ചയായും ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്നത് ഇങ്ങനെ മുൻപോട്ട് പോകാനുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. രാവിലെ മുതൽ ക്യൂവിൽ വന്ന് നിൽക്കുന്നു. ഇവിടെ നിന്ന് ഒരുപാട് നേരം ക്യൂ നിന്നാൽ കയ്യിൽ കിട്ടുന്നതാകട്ടെ 4000 രൂപ. അത് 2000-ന്റെ നോട്ടുകൾ മാത്രം. അത് എന്ത് ചെയ്യണമെന്നറിയില്ല. കടയിൽ കൊടുത്താൽ ബാക്കി തരില്ല. അങ്ങനെ തീർത്തും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ജനജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വലിയ ക്യൂ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. ഒരു കൗണ്ടർ മാത്രമാണ് ബാങ്കിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. അതും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ പതുക്കെയാണ് ബാങ്കിലെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് എന്നാണ് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ നമ്മളോട് പറയുന്നത്. അജിംഷാദ്, തീർച്ചയായിട്ടും ജനത്തെ വല്ലാതെ വലയ്ക്കുന്നു. ഇന്നലെ തന്നെ 3 മരണങ്ങളാണ് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായത്. കൊല്ലത്തും ആലപ്പുഴയിലും കണ്ണൂരിലുമായി 3 മരണങ്ങളാണ് ഉണ്ടായത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. രാജ്യത്താകമാനം ഇന്നലെ പ്രവർത്തിച്ചത് 40% ATM കൗണ്ടറുകൾ മാത്രമാണ്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെയും കേന്ദ്ര ധനമന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് യോഗവും ചേരുന്നുണ്ട്. അടുത്ത മാസം ആദ്യം മുതൽ 1000-ന്റെ പുതിയ നോട്ടുകൾ ലഭ്യമാക്കാനാകും RBIയുടെ ശ്രമം. തീർച്ചയായും വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് M ചേരുകയാണ്. സന്തോഷ്, അധികൃതർ കൂടുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നാം യഥാർത്ഥ ജീവിതത്തിൽ സാധാരണക്കാരൻ്റെ മുമ്പിൽ കാണുന്നില്ല. ഇങ്ങനെയാണ് കേരളം. അവിടം എങ്ങനെ? മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി.
രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ഇന്നും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മിക്ക സ്ഥാപനങ്ങൾക്കും അവധി ദിവസമാണ്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിലും ATM കൗണ്ടറുകളിലും നീണ്ട ക്യൂ ആണ് ഇന്നും ദൃശ്യമായിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും ATM കൗണ്ടറുകൾ പല സ്ഥലങ്ങളിലും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. മണിക്കൂറുകളായി രാവിലെ മുതൽക്ക് തന്നെ വലിയ ക്യൂ എല്ലാ സ്ഥലത്തും ദൃശ്യമാണ്. ഏതായാലും ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം റിസർവ് ബാങ്ക് ആവശ്യത്തിന് പണം ലഭ്യമാണ് എന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പണം ബാങ്കുകളിലേക്ക് ATM കൗണ്ടറുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. ഇന്നലെ 40% ATM കൗണ്ടറുകൾ മാത്രമാണ് പ്രവർത്തിച്ചത്. ഏതായാലും ഇവിടെ ചില ATMൽ എത്തിയ ചില ആൾക്കാർ ഉണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. Excuse me, how long you are waiting here? For the past half an hour, I'm waiting over here for the money exchange. What are the problems you are facing after this? The problems we're facing is every day we have to, obviously currency is a very big problem. तो किसी के लिए भी बहुत बड़ी problem है. तो जैसे हम exchange करा रहे हैं, we're going to the shops. We're not able to do it. We're not able to shop from where we want to. We're not able to take what you want. So this is the major problem what we are facing. But due to the cooperation of banks, we are much helped due to this. ഏതായാലും ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ദൈനംദിന ചിലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മിക്കവർക്കും നേരിടുന്ന പ്രതിസന്ധി. പ്രത്യേകിച്ചും മെട്രോ നഗരം, ദില്ലി പോലുള്ള നഗരങ്ങളിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന കൂടുതൽ ആൾക്കാരുണ്ട്. അവർക്ക് ദൈനംദിന ചിലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ലഭ്യമാണ് എന്നുള്ളത് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് റിസർവ് ബാങ്കിൻ്റെയും ധനമന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുമുണ്ട്. ഈ പ്രതിസന്ധി എത്രയും പരിഹരിക്കാനുള്ള ശ്രമമാണ് റിസർവ് ബാങ്ക് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പണം ബാങ്കുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച ശേഷമുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സംസ്ഥാനത്തെ ബാങ്കുകൾ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കും. പിൻവലിച്ച 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി 3 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് റിസർവ് ബാങ്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം കള്ളപ്പണം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായുള്ള റെയ്ഡ് സംസ്ഥാനത്ത് വ്യാപിപ്പിക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനു ശേഷം ആദ്യ 2 ദിവസങ്ങളിൽ ബാങ്കുകളും ഒരു ദിവസം ATM-ഉം തുറന്നു പ്രവർത്തിച്ചിട്ടും നോട്ടുകൾ മാറിക്കിട്ടാനും കയ്യിലുള്ള പണം നിക്ഷേപിക്കാനുമായുള്ള ജനങ്ങളുടെ നെട്ടോട്ടം തുടരുകയാണ്. നോട്ടിന്റെ ലഭ്യത ഉറപ്പാക്കാനായി ഇന്നും നാളെയും വൈകുന്നേരം വരെ എല്ലാ ബാങ്കുകളും തുറന്നു പ്രവർത്തിക്കും. കൂടാതെ കാലിയായ ATM-കളിൽ കൂടുതൽ പണം ഓരോ ബാങ്കുകളും നിറച്ചിട്ടുണ്ട്. പണം നിക്ഷേപിക്കാനും എടുക്കാനുമായി കഴിഞ്ഞ ദിവസം വലിയ തിരക്കാണ് സംസ്ഥാനത്തുടനീളമുണ്ടായത്. ATM-കൾ വഴി പിൻവലിക്കാനുള്ള തുകയുടെ പരിധി 2000 എന്നതിൽ മാറ്റമില്ല. അതേസമയം 500 രൂപ, 1000 രൂപ നോട്ടുകൾ വിനിമയം ചെയ്യാനുള്ള സമയപരിധി 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികൾ, KSRTC ബസ്സുകൾ, റെയിൽവേ, പാൽ വിതരണം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ എന്നിവയൊക്കെ 500 രൂപ, 1000 രൂപ നോട്ടുകൾ ഉപയോഗിച്ച് നടത്താവുന്നതാണ്. 4000 രൂപ വീതം ഒരു ദിവസം പിൻവലിക്കാമെന്നതിലും റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാങ്കുകൾ അവരുടെ എല്ലാ ATM-കളിലും 100, 50, 2000 രൂപ നോട്ടുകൾ മാക്സിമം നിറച്ചു കഴിഞ്ഞു. എന്നാൽ പല ബാങ്കുകളിലും RBI കൂടുതൽ പണം എത്തിച്ചിട്ടില്ല എന്നത് ഇവിടങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. ഏതായാലും അടുത്ത 2 ദിവസവും പണമിടപാടുകളിൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുമെന്നതാണ് വസ്തുത. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ബദൽ സംവിധാനം ഒരുക്കാതെ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി മൂലം ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യുക്തിപൂർവമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഫലമായി നാട്ടിൽ ആത്മഹത്യയും അത്യാഹിത മരണങ്ങളും ഉണ്ടാവുകയാണെന്നും ദൂരസ്ഥലങ്ങളിൽ യാത്ര പോയ ആളുകൾ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ വിഷമിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ബാങ്കുകൾക്ക് മുന്നിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും രംഗത്ത് വരണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. നോട്ടിനേർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരി കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്ത വ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിൻ്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യ ക്ഷാമവും നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണികിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരി കമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. 1 പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന്
കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ് തന്നെ കുറവാണ്. കാരണം പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടിലേ വരത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിൽ സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും. തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്തവ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ല. കാരണം വെച്ചാൽ വാങ്ങിയാൽ ആ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന് സെയിലില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കലിനെതിരെ കെജ്രിവാൾ കള്ളപ്പണത്തിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് കുംഭകോണമെന്നും നോട്ട് അസാധുവാക്കാനുള്ള തീരുമാനം ചോർന്നിരുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു. ये लोग सार्वजनिक करें इस देश के सामने कि 8 नवंबर के पहले अपने दोस्तों की वो लिस्ट सार्वजनिक करें जिन जिन को इन्होंने पहले से बता दिया था और जिन जिन की दौलत काला धन इन्होंने ऑलरेडी सेट करवा दिया है, ठिकाने लगवा दिया है, उसकी सारी लिस्ट सार्वजनिक की जाए.